നമ്മുടെ സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്കുള്ളതായ 9 സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഈ വെട്ടിക്കുറക്കലിൽ നഷ്ടപ്പെടുന്നത് പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിലെ അർഹതപ്പെട്ടതായ ആയിരക്കണക്കിന് ആളുകളെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് SC/ST മുന്നാക്ക OBC സ്കോളർഷിപ്പുകളൊന്നും ഈ വെട്ടലിൽ കാണുന്നില്ല. ഈ 9 ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്കോളർഷിപ്പുകളിൽ 50% വെട്ടിക്കുറച്ചിരിക്കുന്നത്. എന്നാൽ ഈ വെട്ടിക്കുറക്കലിൽ SC/ST മുന്നാക്ക OBC സ്കോളർഷിപ്പ് തുക കുറയ്ക്കേണ്ടതില്ലെന്ന് ആ വിവിധ വകുപ്പുകളുടെ ഡയറക്ടർമാർ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇവിടെ ചോദിക്കാനുള്ളത്, ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ഈ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ച് ഇല്ലാതാക്കിയാൽ തീരാവുന്ന പ്രശ്നമാണോ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി? ഒരു സംസ്ഥാനം സാമ്പത്തികമായി പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ധൂർത്തുകളും അനാവശ്യമായ ചെലവുകളുമൊക്കെ ചുരുക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. എന്നാൽ ഒരു മേഖലയിലും അത്തരത്തിലുള്ള ഒരു നീക്കം കാണാനില്ല. ധൂർത്തിന്റെ കാര്യത്തിൽ എന്നത്തേക്കാളും മുന്നിൽ നിൽക്കുകയാണ് ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ. അത് സർക്കാർ സംവിധാനങ്ങളിലൂടെ ആയാലും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിന്റെ ഭരണകർത്താക്കളിൽ നിന്നായാലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പൊ അവിടെയൊന്നും ഈ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കുന്നില്ല. എന്നാൽ ഇത്തരം ഒരു നീക്കം ഒരു വിഭാഗത്തിനെതിരെ ഒരു ജനാധിപത്യ സർക്കാർ നടത്തുമ്പോൾ അതിനെതിരെ ഇവിടെ ശബ്ദിക്കേണ്ട മാധ്യമ വാർത്താ ചാനലുകളുടെ ഇടങ്ങളിലൊന്നും അതൊന്നും അത്ര വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നതായിട്ട് കാണില്ല. എന്നാലോ മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകളൊക്കെ ആ സമുദായത്തിലെ സ്ത്രീകളുടെ കാര്യത്തിലാണ്, അവരുടെ വ്യായാമമാണ്, അവരുടെ വസ്ത്രങ്ങളെക്കുറിച്ചാണ്, അവരുടെ പ്രസവത്തെക്കുറിച്ചാണ്. ഇതൊക്കെയാണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെയൊക്കെ ഗൗരവതരമായി പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ചർച്ച ചെയ്ത് വലിയൊരു പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ട മതസംഘടനകളാവട്ടെ, അവർക്കൊക്കെ ആദർശത്തിന്റെ മൂപ്പും വലിപ്പവും ഒക്കെ ചർച്ച ചെയ്യുന്ന തിരക്കിലുമാണ്. അതിന് വേദി കെട്ടിയിട്ടും വേദി കെട്ടാതെയും ഒക്കെ പറഞ്ഞു തീർക്കാനുമുള്ള സമയമാണ് അവർ കണ്ടെത്തുന്നത്. അങ്ങനെ പറഞ്ഞും പറയിപ്പിച്ചും ഭിന്നിച്ച് വിഘടിച്ച് സമുദായത്തിന്റെ ശക്തിയും കെട്ടുറപ്പുമൊക്കെ എത്ര കണ്ട് ക്ഷയിക്കുന്നുവോ അത്രയും നഷ്ടങ്ങൾ ഇപ്പുറത്ത് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ ഉദാഹരണമാണിത്. അപ്പൊ ഉത്തരേന്ത്യൻ മുസ്ലിം ജനവിഭാഗം ഒരു പാഠമാവട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയവുമായി കൊണ്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ നടത്തിയ SMFന്റെ ഒരു വാർത്താ സമ്മേളനം കൂടി കേൾപ്പിക്കാം. അപ്പൊ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുന്നതിനായി ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ആ വാർത്താ സമ്മേളനത്തിലേക്ക് പോകാം. നിലവിൽ ഗവൺമെന്റ് പ്ലാൻ ഫണ്ടിൽ വെച്ച തുക ഫുള്ളായിട്ട് ചെലവഴിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം പല പെൻഷൻ അതുപോലെ തന്നെ ഇതുപോലെ മറ്റു പെൻഷനുകളെ പോലെ തന്നെ ഈ സ്കോളർഷിപ്പ് കൃത്യമായി കിട്ടുന്നില്ല. അപ്പോൾ ഒരു 2%, 5% താഴേക്ക് വിനിയോഗിച്ചു എന്നൊക്കെ പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഈ 50% വെട്ടിക്കുറച്ചാൽ ഇനി ഇതും കൊടുക്കാനുണ്ടാവാത്ത അവസ്ഥ വരും. ഉള്ളത് കൃത്യമായി കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ലഭ്യമാകും. ഇത് എല്ലാവർക്കും വേണ്ടല്ലോ. ഇതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ മാനദണ്ഡം വെച്ച് വാരിക്കോരി കൊടുക്കുന്നതല്ലോ. രണ്ട് കാര്യമാണ്. ഒന്ന്, ഇത് വെട്ടിക്കുറച്ചതോടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഗവൺമെന്റ് കിട്ടാൻ പോകുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധി തീരാൻ പോകുന്നില്ല. രണ്ടാമത്തെ വശം, വേറെ വഴിക്ക് ഒരുപാട് പണം ദൂർത്തടിച്ചു പോകുന്നുണ്ട് ഗവൺമെന്റ്. അതിന്റെ കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ മന്ത്രിമാരുടെ വിദേശ ടൂറുകൾ, അതുപോലെ തന്നെ പല യാത്രകൾ, അനാവശ്യമായി മോഡിഫിക്കേഷൻ, അങ്ങനെ പലതും ഇപ്പോൾ തന്നെ പത്രത്തിൽ പലതും വന്നിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുമ്പോൾ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. സിനിമ ലിമിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ കേരളത്തിന്റെ സാമൂഹ്യ മേഖല എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇത് ന്യൂനപക്ഷത്തിന്റെ അവകാശം. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത്, ഒന്ന്, ഗവൺമെന്റ് ഇത് ഇത്ര ഇഷ്യൂ ആകും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, വ്യക്തിപരമായി പറയാനുള്ളത്, ഗവൺമെന്റ് സ്വാഭാവികമായും ചെലവ് ചുരുക്കൽ നടപടിക്ക് വേണ്ടി മൊത്തം ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആ നിർദ്ദേശം കൊടുത്ത കൂട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഓരോന്നും ഇത്ര ശതമാനം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ നിന്ന് പെട്ടുപോയതായിരിക്കാം. പക്ഷേ ഇത് പെട്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കാൻ ഈ ഭരണഘടന പ്രകാരം ചുമതലയുള്ള കേരള സംസ്ഥാനത്തെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടന ഞാൻ എടുത്തിട്ടുള്ളത്. അത് രൂപീകരിച്ച സമയത്ത് ഈ ഭരണഘടനയിൽ അവർക്ക് ചുമതലയുണ്ട്. അവരെന്തിനാ ശമ്പളവും വാങ്ങി അവർ ആനുകൂല്യം വാങ്ങിയിരിക്കുന്നത് നോക്കേണ്ട? അവർ ചെയ്യാത്ത അവർ കുറ്റം. അതാണ് പറയുന്നത്. ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങൾക്ക് രാജിവെച്ച് പോയിക്കൂടെ? അല്ലെങ്കിൽ അവർ ശബ്ദം ഉയർത്തിയിട്ടില്ലല്ലോ. ഇത്രയും 50% ന്യൂനപക്ഷങ്ങളുടെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പിന്റെ തുക വെട്ടിക്കുറച്ചിട്ട് ഇതുവരെ ഈ കമ്മീഷൻ യോഗം ചേർന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അവർ പറയേണ്ടതല്ല.
നിഷ്ക്രിയമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയാൻ കാരണം സുന്നി മാൽപട്ടേഷൻ വെറുതെ ഒരു കാര്യം പറയുന്നില്ല. ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനം നിരീക്ഷിച്ചു. രണ്ടാമത്തൊന്ന്, ഈ 80-20 വന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു. ഒന്ന്, അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് ടേൺ 2 നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആ സംവരണം ഉയർത്തി 4 ആക്കിയപ്പോൾ മുസ്ലിങ്ങളുടെ 2 ടേണാണ് പോയത്. എത്രയോ ജോലി നഷ്ടപ്പെടും. ഇതൊക്കെ ഗുരുതരമായ വിഷയങ്ങളല്ലേ? ഇത് സ്ഥിരമായി സംഭവിക്കുന്നതാണ്. ഒരു പെട്ടെന്നുള്ളൊരു നടപടിക്രമമല്ല. സ്കോളർഷിപ്പ് 50% കുറച്ചാൽ തുറന്നുകൊണ്ടേയിരിക്കും. ഈ 2 ടേൺ നഷ്ടപ്പെട്ട് തുറന്നുകൊണ്ടിരിക്കും. ഇനി PSC വഴി നമുക്ക് ജോലി കിട്ടുന്ന സമയത്ത് എത്രയോ ജോലികൾ നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ബാക്ക്വേർഡ്നെസ് എത്രയുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഒരു ചർച്ചയില്ല. അങ്ങനെ ഒരു തീരുമാനമെടുത്തില്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് പക്ഷേ ചെലവ് ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് ഗവൺമെന്റ് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ശരി, ഈ വിഷയത്തിൽ ഗവൺമെന്റിനും ഉത്തരവാദിത്തമുണ്ട്, ന്യൂനപക്ഷ കമ്മീഷനും ഉത്തരവാദിത്തം. തിരുത്തേണ്ടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും മറ്റു ഭിന്നോക്ക വിഭാഗങ്ങൾക്കും ഒക്കെ ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലക്കും പ്രതിരോധത്തിനുമൊക്കെ ഏത് ഗവൺമെന്റും ഏത് സാമ്പത്തിക പ്രതിസന്ധി കാലത്തും പണം വെക്കും. ചികിത്സ, പ്രതിരോധം, വിദ്യാഭ്യാസം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. മറ്റുള്ള മേഖലയിൽ നിന്നാണ് നമ്മൾ സാധാരണ ടൂറിസം പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു ചില സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഫണ്ട് ചുരുക്കാറുള്ളത്. ഇത് ഒരു അപകടകരമായ പ്രവണതയല്ല. ഇത് കോടതിയിൽ ചോദ്യം ചെയ്തതിന് മുന്നോട്ട് വരേണ്ടത് ഈ കമ്മീഷനാണ്. കമ്മീഷനാണ് ആദ്യം ചെയ്യുന്നത്. അവരുടെ ആനുകൂല്യങ്ങൾ മാത്രം നോക്കി നടക്കണം. സുന്നി മാൽപട്ടേഷൻ ഇതിനെക്കുറിച്ച് പരിശോധിക്കും. കോടതിയിൽ പോകാൻ ഇതിന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി നമ്മൾ ഇത് ആവശ്യപ്പെടുക തന്നെ ചെയ്യും. മാത്രമല്ല, നമ്മളല്ലെങ്കിൽ ഇത് കുട്ടികൾ പോയിക്കൂടായില്ല. കാരണം പഠിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഒരു പക്ഷേ കോടതിയിൽ പോകാൻ സാധ്യത ഇതിനെ കുറിച്ച് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാൽപട്ടേഷൻ ഇതേക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഉദാഹരണമായിട്ട് വാക്കവും ബില്ല് വരാൻ പോകുന്നുണ്ട്. JPC കടന്നു. അതേക്കുറിച്ചും ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ മാൽപട്ടേഷൻ കൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കുക. സെക്രട്ടറി ഷാഫിയ ജിരിപ്പുണ്ട്. അതേ ദാറുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സെക്രട്ടറിയാണ്. അതുപോലെ സിറ്റി അബ്ദുൽ ഖാദർ നോർത്ത് ഇന്ത്യൻ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കേരള വൈസിന്റെ വൈസ് പ്രസിഡന്റാണ്. ഖാദർ വൈസി ഇതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നേതൃത്വം ആളാണ്. ഞങ്ങളൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളുടെ മെമ്പർമാരുമായി ചർച്ച ചെയ്ത് ഈ വിഷയത്തിൽ നമ്മൾ എങ്ങനെ നീങ്ങണം എന്നതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 80-20 വിഷയം വന്നപ്പോൾ സമസ്ത അതിനുവേണ്ടി പ്രത്യേകമായി സമിതി രൂപീകരിച്ചു. ഡോക്ടർ NM അബ്ദുൽ ഖാദറിന്റെ നേതൃത്വത്തിൽ നേരിട്ട് 3 തവണ മുഖ്യമന്ത്രിയെ കണ്ടു. ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് നഷ്ടപ്പെട്ടു. രണ്ടാമത് ഈ വിഷയം വന്നപ്പോൾ കേരള യാത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. മലപ്പുറത്ത് വന്നപ്പോഴും അതുപോലെ തന്നെ പരിസര പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിൽ വന്നപ്പോഴും ഇവിടെ SMF അതുപോലെ തന്നെ SOS നിവേദനം കൊടുത്തു. ഈ ടേൺ 2 നഷ്ടപ്പെട്ട് തിരുത്തണം, പരിഗണിക്കാം എന്ന് പറഞ്ഞു. ഒരു നടപടി ഉണ്ടായില്ല. അപ്പോൾ ഗവൺമെന്റ് പിന്നെയും ഈ സ്കോളർഷിപ്പ് മൈനോറിറ്റി വിഭാഗത്തിന് ഇങ്ങനെ വെട്ടിക്കുറക്കുമ്പോൾ ഗവൺമെന്റ് ബോധപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല. ഈ 2 കാര്യം ഏറ്റവും അപകടകരമായി പോയി. 80-20 നമുക്ക് നഷ്ടപ്പെട്ടത്. ഇനി അത് കോടതി നടപടിക്രമങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാമെങ്കിലും എന്തിനാണ് 4% ഭിന്നശേഷിക്കാർ കൊടുത്തപ്പോൾ 2% മുസ്ലിം ടേൺ തന്നെ എടുത്തത്? നമ്മളത് കമ്മ്യൂണലായിട്ടല്ലേ പറയുന്നത്. ഒരു പിന്നാക്കം നിൽക്കുന്ന സമൂഹത്തിന്റെ വേദന ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ, അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ തന്നെ നമ്മുടെ കടമയാണ്. അതിനെതിരെ നിയമം ലംഘിക്കാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് സമസ്ത നിയമലംഘനത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ നിയമത്തിനെതിരെ ജനാധിപത്യ മാർഗത്തിലോ ന്യായമായ മാർഗത്തിലോ അല്ലാതെ അതിനെതിരെ നിൽക്കാൻ ഒരിക്കലും നമ്മുടെ നേതാക്കൾ സമ്മതിക്കില്ല. അത് സമസ്തയുടെ നയമാണ്. സുന്നി മാൽപട്ടേഷന്റെ നയമാണ്. കോടതിയിൽ പോകാം, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാം, ജനങ്ങളെ അറിയിക്കാം എന്നല്ലാതെ ഇതൊരു കമ്മ്യൂണൽ പ്രശ്നമാക്കാൻ ഒരിക്കലും ഞങ്ങളില്ല. കഴിയും. വർഗീയ ന്യൂനപക്ഷത്തിന്റെ ഫണ്ട് വെട്ടിക്കുറക്കുന്ന പരിപാടി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി ഈ ന്യൂനപക്ഷത്തിന് ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയത് ഉന്നത സാഹിബിന്റെ പ്രത്യേക താല്പര്യപ്രകാരം മഞ്ഞളാംകുടി ഏരിയയാണ്. പ്ലാൻ ഫണ്ട് വെച്ചത് മഞ്ഞളാംകുടി ഏരിയയാണ്. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇതിനുവേണ്ടി രൂപീകരിച്ചത് മഞ്ഞളാംകുടി ഏരിയയാണ്. കാരണം അദ്ദേഹത്തിന് അന്ന് മറ്റു തിരക്കുകളില്ലാത്തതുകൊണ്ട് പരിമിതമായ വകുപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എനിക്കറിയാം, നസീറാണെന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹമാണെന്ന് ഡയറക്ടറായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മന്ത്രി ഈ വിഷയത്തിൽ വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. മന്ത്രിയുടെ ഫുൾ സപ്പോർട്ടും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യതയും കൊണ്ടാണ്, പ്രത്യേകിച്ച് കുഞ്ഞാലി സാഹിബിന്റെ സപ്പോർട്ടും മന്ത്രി മഞ്ഞളാംകുടി അലിയുടെ ആ എഫേർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഡയറക്ടർ സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നതാണ്. ആരാവട്ടെ, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. അദ്ദേഹം ഒന്ന് താല്പര്യപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഒരു ന്യൂനപക്ഷ താല്പര്യമുള്ള ആളായിരിക്കണം സ്ഥാനത്തിരിക്കുന്നത്. ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളായതൊന്നും കാര്യമില്ല. ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ BJPയിലുണ്ട്, അതുപോലെ പല മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ന്യൂനപക്ഷ താല്പര്യമുള്ള ഒരാളെ ഡയറക്ടറാക്കുകയും അതുപോലെ തന്നെ ഈ കമ്മീഷൻ അംഗങ്ങളായി തെരഞ്ഞെടുക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പ്രത്യേകമായി പറയാനുള്ളത്.